ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? ആഹാ 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 ഓഹോ 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 ഓഹോ. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി മണിപ്പളുങ്കുകിലുങ്ങി നീലമിഴികളിൽ കനവും. ഗൗരിക്കുട്ടി, എന്തോ? എപ്പോഴത്തെ പോലെയല്ല, ഇന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണല്ലോ പാടിയേ. താങ്ക് യു. എൻജോയ് ചെയ്തിട്ടാണല്ലോ പാടിയേ. യെസ് ഓർ നോ? അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയ പാട്ടാണ് പുള്ളിക്കാരി. പിന്നെ അത് നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യം. അതെ, അതുകൊണ്ടാന്ന് തോന്നുന്നു. ആണോ ഗൗരി? ഓക്കെ, കമന്റ്സ് വേണ്ടേ? വിവേകേട്ടൻ ചോദിക്കാ. വിവേകേട്ടൻ മതിയോ ആദ്യം? ഓക്കെ, വിവേകേട്ടാ. ശരിക്കും ഒരു പൂന്തേൻ അരുവി തന്നെയായിരുന്നു. അടിപൊളിയായിട്ട് പാടിയേട്ടാ. പിന്നെ അതുപോലെ ആ ഇടയ്ക്ക് മറ്റേ സൗണ്ട് ഒക്കെ മാറ്റി മോഡുലേഷൻ ഭയങ്കര രസമുണ്ട്. അത് മാത്രമല്ല പിന്നെ ആ മറ്റേ ആ ഫസ്റ്റ് ഓഹോഹോ പാടിയപ്പോഴത്തേക്ക് ഞാൻ സൗഭാഗ്യം നോക്കി ഓഹോ ഹോ ഹോ പാടിയെന്തിന്? അങ്ങനെയാണോ? അങ്ങനെ പാടിയോ? അല്ല, ഇല്ലല്ലോ. എന്റെ കണ്ണിലത് വിവേക് ചേട്ടനെ നോക്കിക്കോട്ടിരുന്നു. വളരെ അടിപൊളിയായിട്ട് പാടി കേട്ടോ. നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നു, നല്ല സുന്ദരിയായിട്ട് പാടി. ഇനി എന്താ വേണ്ട? ഇനി എന്തെങ്കിലും പണി തരാനാണോ എന്ന് തോന്നി. ഇനി നമുക്ക് ഇവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും പണി കൊടുത്താലോ? ഞാൻ ആർക്കും പണി തരുന്നില്ല. മോൾക്ക് ആരാ പറഞ്ഞ രണ്ടാമത് ഇങ്ങനെ എടുത്ത് പാടുമ്പോ ഇങ്ങനെ വോയിസ് ഇങ്ങനെ ഹസ്കി ആയിട്ട് പാടാൻ മോള് തന്നെ കണ്ടുപിടിച്ചതാണോ അത് അങ്ങനെ പാടാനായിട്ട്? അത് അമ്മ പറഞ്ഞതാണോ? അമ്മ പറഞ്ഞു. നല്ല സ്വീറ്റ് ആയിരുന്നു അത് കേൾക്കാനായിട്ട്. സെക്കൻഡ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോ ഒരു ഹസ്കി ടോണില് പാടുന്നത്. ഞങ്ങൾ 3 പേരും ആ പാട്ട് എത്തുമ്പോ ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ക്യൂട്ടായിരുന്നു. നല്ല രസമായിട്ട് പാടിയില്ലേ? പഠിപ്പിച്ചെടുത്തൊക്കെ അവള് ക്ലീൻ ആയിട്ട് പാടും. പാടുമ്പോഴൊക്കെ അമ്മയെ നോക്കും ഓരോന്ന് കഴിയുമ്പോഴും. ശരിയായോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എന്നെ നോക്കി ചിരിക്കുന്നുണ്ടോ എന്ന്. ചിരിച്ചില്ല. അമ്മ പാടുമ്പോ ഈ 2 കൊമ്പി ഇങ്ങനെ ആടുന്നത് തലയാട്ടിക്ക.
നല്ലൊരു മൊത്തത്തിൽ cute performance ഗൗരി വരുമ്പോ ഒരു മൊത്തം പാക്കേജ് ആണ്. ഒരു ക്യൂട്ട് ആയിരിക്കും മൊത്തത്തിൽ കാണാനും പാട്ടും എല്ലാം. നന്നായി പാടി, അടിപൊളി. താങ്ക് യു. അതെ, ഇത് നമ്മളെ സെമി ഫൈനൽസിലെ സെക്കൻഡ് പെർഫോമൻസ് ആണ്. ഫൈനലിൽ എത്തും തോന്നുന്നുണ്ടോ? പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. അയ്യോടാ. കോൺഫിഡന്റ് ആണോ? ആ എത്തും ഉറക്കെ പറ. എത്തും. അമ്മേനെ നോക്കാതെ പറയണം. എത്തുവോ? ആ കോൺഫിഡന്റ് ആണെന്ന് പറ. കോൺഫിഡന്റ് ആണ് അവർ. കോൺഫിഡന്റ് ആണ്. അപ്പൊ ഗൗരി എന്തായാലും ഓൾ ദ ബെസ്റ്റ് നെക്സ്റ്റ് പെർഫോമൻസ്. താങ്ക് യു. അപ്പൊ നമ്മളെല്ലാരും പ്രാർത്ഥിക്കും മറ്റേ ഗൗരീനെ ഫൈനൽസിൽ കാണാനായിട്ട്. ഓക്കെ, വരണം, പൊളിച്ചെടുക്കണം ഫൈനൽസിലും. ഓക്കെ, ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗൗരിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം വിവേകേട്ടൻ ചിരിപ്പിച്ചു അല്ലേ ഗൗരിനെ? വിവേകേട്ടനാണോ ചിരിപ്പിച്ചേ? ആ കണ്ടോ വിവേകേട്ടൻ? എനിക്കൊരു പണി ആദ്യം തന്നില്ലേ ആനകളി, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചൊരു പണി തന്നത്. ഏതാ? അപ്പൊ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ്. ഇനി നമുക്ക് ഒരു സ്ത്രീ കെട്ടും ഇല്ല, എല്ലാം ഓക്കെയാണ്. കോംപ്രമൈസ് എന്ന് പറഞ്ഞേക്ക്. കോംപ്രമൈസ്. ഓ അതാണ്. കോംപ്രമൈസ്. അമ്മ എന്തോ പറയാനുണ്ടായിരുന്നു അമ്മയ്ക്ക്, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ അമ്മയ്ക്ക്? അല്ല ഈ പാട്ട് വൈറലായതുള്ള ഫസ്റ്റ് പാടിയ സ്റ്റേജ് ആദ്യത്തെ പാട്ട് ഇതായിരുന്നു അല്ലേ? അത് 4.5 വയസ്സിലായിരുന്നു പാടിയത്. ഓ പെട്ടെന്നൊരു സ്റ്റേജിൽ കയറി പാടിയിട്ട് പിന്നെ അത് വൈറലായി. ആരൊക്കെയോ ഷെയർ ചെയ്ത് ഞങ്ങളെ കയ്യിൽ എത്തിയപ്പോഴാണ് ഇത് വൈറലായെന്ന് ഞങ്ങൾ തന്നെ അറിയുന്നത്. 4 മില്യൺ ഒക്കെ പോയിട്ടുണ്ട് വ്യൂസ്. അതെ, ശ്ശെ, എൻ്റെ പൊന്നെ. അത് ആ ലൈനിനായിരുന്നു ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് അന്നും ആ താഴ്ത്തി പാടുമ്പോൾ. ഗൗരിക്കുട്ടി എന്തൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ സിമ്പിളായി നിൽക്കുന്നേ. അതെ, ഈ പാട്ട് കഴിഞ്ഞിട്ട് വേണം ഓടിപ്പോയി കളിയിലേക്ക് പോവാൻ. പാവൊക്കെ നിന്ന് അതെ അതെ ശരി. ഹൈപ്പർ ആക്റ്റീവ് ഈ ആവാൻ. സ്റ്റേജിൽ നിന്ന് മാത്രമേ ഞാൻ ഇത്രയും സൈലന്റ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒട്ടും സൈലന്റ് അല്ലേ? അല്ലല്ല, അല്ലെങ്കിൽ വയലന്റ് ആണെന്നൊക്കെ. അത് ഇടയ്ക്ക് നമ്മൾ കണ്ടൂലേ ചെറുതായിട്ട് ആനക്കളിയൊക്കെ ആയിട്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗൗരിക്കുട്ടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.